ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് മദീനത്തെ പള്ളിയിൽ വന്ന് കരഞ്ഞപ്പം സഹാബത്ത് ചോദിക്കുക, എന്തിനാ ഉമറെ കരയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു ആകാശത്തിലേക്ക് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഞാൻ ഭയപ്പെടുന്നു സഹാബത്തെ. എന്തിന്? ലോകത്തിന്റെ സൃഷ്ടാവ് ഒരുക്കി വെച്ച സ്വർഗത്തിൽ ഒരു ചാട്ടവാറിന്റെ സ്ഥലം, ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം, അതെങ്കിലും ഉമറിന് അള്ളാഹു നൽകാതെ പോകുമോ, ഉമറിനില്ലാതെ പോകുമോ എന്നെനിക്ക് ഭയം തോന്നുന്നു സഹാബത്തെ എന്ന് നെഞ്ചു പൊട്ടിക്കരഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു കയറുന്ന സ്വർഗത്തിൽ, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു കയറുന്ന സ്വർഗത്തിൽ, സുമയ്യ റളിയല്ലാഹു അൻഹ കയറുന്ന സ്വർഗത്തിൽ, ലോകത്തിന്റെ ആദം നബി മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ കയറുന്ന സ്വർഗത്തിൽ കയറാൻ മാത്രം എന്ത് സമ്പാദ്യമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലും കുടുംബത്തിലും ഉള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. മലിനമായ വിശ്വാസം, കാപട്യമായ മനസ്സ്, കൃത്യതയില്ലാത്ത ഇബാദത്തുകൾ, സാമ്പത്തിക രംഗത്ത് പോലും കുടിലതയും കൊള്ളിവെപ്പും പിടിച്ചു പറയും, കുടുംബ രംഗത്ത് പോലും അലോഗ്യങ്ങളും പിണക്കങ്ങളും പടവെട്ടലുകളും, നാവിനെ പോലും സൂക്ഷിച്ചാൽ സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് അതേ നാവുകളെ കൊണ്ട് പച്ചയിറച്ചി തിന്നാനും കുത്തുവാക്കുകൾ പറയാനും ആക്ഷേപിക്കാനും ആളുകളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന പ്രയോഗങ്ങൾ നടത്താനും മടിയില്ലാതായി കൊണ്ടിരിക്കുന്ന ആലിമീങ്ങളുടെയും ജാഹിലീങ്ങളുടെയും കാലഘട്ടത്തിൽ ഒരല്പനേരത്തേക്കെങ്കിലും ഇരുന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് ആനയിക്കപ്പെടുന്ന സമയത്ത് അണികളായി പടച്ച റബ്ബിന്റെ മാലാകമാർ ശിക്ഷ നടപ്പിലാക്കാൻ നിൽക്കുന്ന സമയത്ത് ആ റബ്ബിന്റെ കോടതിയിൽ ഹശർ എന്ന മൈതാനിയിൽ ലോകത്തിന്റെ സൃഷ്ടാവിന് ഇഷ്ടപ്പെട്ട എന്തുമായിട്ടാണ് ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടുക എന്ന് എപ്പോഴെങ്കിലും സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ?